അപ്പോൾ ഒരു ഏകീകൃതമായ ഒരു ഇന്റർവെൻഷൻ ഗവൺമെന്റിന്റെ തലത്തിൽ നിന്നോ മറ്റു ഡിപ്പാർട്ട്മെന്റൽ ഇന്റർവെൻഷനോ സാധ്യമാവുന്നുണ്ടോ? പ്രത്യേകിച്ച് നമ്മൾ കുട്ടികളുടെ കാര്യം വരുമ്പോൾ കുട്ടികളുടേതിൽ നിന്ന് നമുക്ക് പിന്നീട് അത് സ്ത്രീകളിലേക്ക് കടക്കുമ്പോഴത്തേക്കും അത് വളരെ അത്യാവശ്യമാണ് അങ്ങനെ വരേണ്ടത്. ഒരു ഏകീകൃത സംവിധാനത്തിന്റെ കീഴിൽ കുട്ടികൾ ഈ കുട്ടികൾ തമ്മിലും അവരുടെ മനോഭാവത്തിൽ മാറ്റം വരും. ഇപ്പോൾ സർക്കാർ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി മറ്റ് അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു വലിയ മാനേജ്മെന്റിന്റെ കീഴിൽ പഠിക്കുന്ന കുട്ടികൾ അവരിറങ്ങി പോകുമ്പോൾ അവരുടെ വേഷവിധാനം തൊട്ട് മാറ്റം വരുമല്ലേ? അവരുടെ വേഷവിധാനം, അവർക്ക് കൊടുക്കുന്ന ട്രെയിനിങ്, എല്ലാത്തിലും അവരുടെ വിദ്യാഭ്യാസ കാലഘട്ടം തുടങ്ങുന്ന അവിടെ മുതൽ ഒരു അന്തരം അവർ ഫീൽ ചെയ്യുന്നുണ്ട്. ഈ അന്തരം ഫീൽ ചെയ്യുമ്പോൾ അത് സമൂഹത്തിലും അതിന്റെ പ്രതിഫലനങ്ങൾ ഈ കുട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടാവും. തീർച്ചയായിട്ടും ഈ ഒരു സർക്കാർ സംവിധാനത്തിൽ അല്ലെങ്കിൽ ഒരു ഏകീകൃത സംവിധാനം, സർക്കാരെന്നോ മാനേജ്മെന്റ് എന്നോ എയ്ഡഡോ അൺഎയ്ഡഡോ അതെല്ലാം പോകട്ടെ, വിദ്യാഭ്യാസത്തിൽ ഒരു ഏകീകൃതമായ ഒരു സംവിധാനം വരുത്തേണ്ടത് ആവശ്യമാണ്. കാരണം ഇവരെല്ലാവരും നാളെ സമൂഹത്തിലേക്ക് ഇറങ്ങുകയാണ്, ഈ കുട്ടികൾ. കാരണം ഇവരാണ് നാളെ ഈ രാജ്യത്തിന്റെ പൗരന്മാരായി മാറേണ്ടത്. അപ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ ഇവർക്ക് ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അവരുടെ മനസ്സിൽ സൃഷ്ടിക്കപ്പെട്ടു കൊടുത്താൽ അത് അവരുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും അതും വളരും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അത്തരത്തിലൊരു ഏകീകൃത, ഇപ്പോൾ ടീച്ചർ പറഞ്ഞൊരു കാര്യമുണ്ട്, പിന്നെ ഈ പ്രൈവറ്റ് മാനേജ്മെന്റിൽ ധാരാളം ഈ അടുത്ത സമയത്ത് അധ്യാപികമാർക്ക് DPIയുടെ ഒരു ഉത്തരവുണ്ട്. അധ്യാപികമാർ ധരിക്കേണ്ട വസ്ത്രത്തെക്കുറിച്ച്. സാരി ധരിക്കാം, ചുരിദാർ ധരിക്കാം, സൽവാർ കമ്മീസ്, അല്ലേ? ഇത് മൂന്നും ധരിക്കാം. പക്ഷേ ഇത് മൂന്നും ധരിക്കാതെ മറ്റു വസ്ത്രം ധരിക്കണം എന്ന് ശാഠ്യം പിടിക്കുന്ന ചില പ്രൈവറ്റ് മാനേജ്മെന്റുമാരുണ്ടായിരുന്നു. അങ്ങനെയുള്ള മാനേജ്മെന്റിന്റെ പരാതി കിട്ടി ഞാൻ തന്നെ നേരിട്ട് എൻ്റെ കൊല്ലം ജില്ലയിലൊരു സ്കൂളിലും അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലയിലൊരു സ്കൂളിലും 2 സ്കൂളുകളിൽ ഞാൻ പോയി നേരിട്ട് പരിശോധന നടത്തുകയും എനിക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ 2 സ്കൂളിന് ഞാൻ ഉത്തരവ് കൊടുക്കുകയും ചെയ്തു. അത് മാറ്റപ്പെടുകയും ചെയ്തു. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ തീർച്ചയായിട്ടും ഞങ്ങൾ അതിനകത്ത് ഇടപെടുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിന് എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. ഇപ്പം നമ്മൾ ഈ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്, സമൂഹത്തിന് ഉത്തരവാദിത്തമുണ്ട്, മാധ്യമങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്, സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട്, എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ആ ഒരു സാമൂഹിക ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇപ്പോൾ ടീച്ചർ പറഞ്ഞതുപോലെ കേരളം മറ്റു സംസ്ഥാനത്തെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് മാറ്റമുണ്ട്. പക്ഷെ ഒരുപാട് മാറ്റം എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മുൻഗാമികൾ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ മുൻ തലമുറക്കാർ നടത്തിയിട്ടുള്ള സമരങ്ങളുടെയും പോരാട്ടങ്ങളുടെയും ചർച്ചകളുടെയും സംവാദങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള മാറ്റമാണ് ഇന്ന് കേരളത്തിൽ കൂടുതലായിട്ട് നമ്മൾ അനുഭവിക്കുന്നത്. ഇതൊരു റെട്രിക്കിന്റെ അപ്പുറത്തേക്ക് പോകാനായിട്ട് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, സിംഗിൾ ഗേൾ ചൈൽഡ്, ഈ കുട്ടിക്ക് ഒരു സ്കോളർഷിപ്പ് ഏർപ്പെടുത്തി. സർക്കാർ സ്കൂളുകളിലെല്ലാം ഈ ഒറ്റ പെൺകുട്ടികൾക്ക് എല്ലാവർക്കും തന്നെ ഈ സ്കോളർഷിപ്പ് കിട്ടി. നമ്മൾ നമ്മുടെ എയ്ഡഡ് സ്കൂളുകളിലേക്ക് പോയപ്പോഴത്തേക്ക് ഉടനെ അവർ പറയുന്നത് മതന്യൂനപക്ഷം. അപ്പം അതായത് പാർശ്വവൽക്കരിക്കപ്പെട്ട മാർജിനലൈസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസിന്റെ സ്കൂളുകളിലും കോളേജുകളിലും ഫർദർ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള സെക്ഷൻസിന് അവർ ഒരു തരത്തിലുള്ള സംവരണവും ഏർപ്പെടുത്തില്ല എന്ന് ശഠിക്കുന്ന ഒരു പൊസിഷൻ. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സ്ത്രീകൾക്ക് നേരെയും കുട്ടികൾക്ക് നേരെയുമുള്ള അതിക്രമങ്ങൾ എന്നും നമ്മുടെ സമൂഹവും നമ്മുടെ സംസ്ഥാനവും ചർച്ച ചെയ്യുകയും അതിനെതിരെ പ്രവർത്തിക്കുകയും അതിനെതിരെ നിയമങ്ങൾ കൊണ്ടുവരികയും ഒക്കെ ചെയ്തിട്ടുള്ള വളരെ പ്രൊആക്റ്റീവായിട്ടുള്ള നിലപാടുകൾ എടുത്തിട്ടുള്ളതുമാണ്. പക്ഷേ നമ്മൾ പണ്ട് കണ്ടുവന്നതിൽ നിന്ന് വിഭിന്നമായ ഒരു സെറ്റ് ഓഫ് ക്രൈംസ് സ്ത്രീകളും കുട്ടികളും ഫേസ് ചെയ്യേണ്ടതായി വരുന്നുണ്ട്, കൂടുതൽ ഫേസ് ചെയ്യേണ്ടതായി വരുന്നുണ്ട്. അത് സൈബർ ക്രൈംസ് ആണെന്ന് നമുക്ക് പറയാം. അത്തരത്തിൽ വരുന്ന സൈബർ ക്രൈമുകളുടെ എണ്ണം അല്ലെങ്കിൽ ക്രൈമുകൾ എങ്ങനെയാണ് കമ്മീഷൻ തലത്തിൽ നിന്ന് പരിഹരിക്കപ്പെടുന്നത്? മേജർ നേച്ചർ എന്തൊക്കെയാണ് അത്തരത്തിൽ വരുന്ന കേസുകൾ? ഏറ്റവും പ്രധാനം ഞാൻ പറയാം, സ്ത്രീകൾ ഫേസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സാമ്പത്തിക ചൂഷണം, അതുപോലെ തന്നെ ശാരീരികമായ ലൈംഗിക ചൂഷണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട 2 വിഷയങ്ങൾ. ഇപ്പം ഞങ്ങൾക്ക് ഈ ടെക്നോളജിയൊക്കെ നല്ലതാണ്, പക്ഷേ ഇപ്പം നമ്മുടെയൊക്കെ കയ്യിലിരിക്കുന്ന മൊബൈലുകൾ ഒട്ടുമിക്ക മൊബൈലും ടച്ചാണ്. ചിലപ്പോൾ നമ്മൾ ടച്ച് ചെയ്യും, ചിലപ്പോൾ അതാവണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ അത് വേറെ ഏതെങ്കിലും ഒരു ഓപ്ഷനിൽ കയറിപ്പോകും. അപ്പം നമ്മുടെ ഇരിക്കുന്ന മൊബൈലിലൊക്കെ ഇങ്ങനെ പരസ്യങ്ങൾ ധാരാളം വരാറുണ്ട്. നിങ്ങൾ ഇന്ന ഓപ്ഷനിലേക്ക് പോകൂ, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര ലക്ഷം രൂപ കിട്ടും. അങ്ങനെ പല പല ഓഫറുകൾ നമുക്ക് വരും. അപ്പം ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരുപാട് ചതിക്കുഴികളുണ്ട്. പലപ്പോഴും നമ്മുടെ മൊബൈൽ കമ്പനികൾ നമുക്ക് വാണിംഗ് തരുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊന്ന് OTP നമ്പർ ഒരുപാട് സ്ത്രീകൾക്ക് അബദ്ധം പറ്റിയിട്ടുള്ളൊരു കാര്യമാണ്. എവിടെന്നെങ്കിലും ആരെങ്കിലും വിളിച്ചിട്ട് ഒരു OTP നമ്പർ വരും, OTP നമ്പർ പറഞ്ഞു കൊടുക്കാൻ പറയും. വളരെ കൂളായിട്ട് നമ്മുടെ സ്ത്രീകൾ പറഞ്ഞു കൊടുക്കും. അതിനകത്ത് വിദ്യാഭ്യാസം ഉള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. ഒരുപാട് സ്ത്രീകൾക്ക് അത്തരത്തിലുള്ള സാമ്പത്തിക ചൂഷണങ്ങൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന കണക്ക് നമ്മുടെ അറിവില്ലായ്മയുണ്ട്. ഇപ്പം നമ്മളെല്ലാവരും എല്ലാ കാര്യത്തിലും അറിവുള്ളവരൊന്നുമല്ല. കാരണം ഓരോ കാലഘട്ടത്തിലും ഓരോ ടെക്നോളജി വരുന്നു, അതിനെക്കുറിച്ചൊന്നും അത്ര വലിയ അവയർനെസ് നമുക്കുണ്ടാകും. നമ്മളൊക്കെ മനുഷ്യന് അത്യാവശ്യം ഇപ്പം ഒരു ടെലിഫോൺ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വിളിക്കാൻ പഠിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് വരുന്ന കോൾ എടുക്കാൻ പഠിക്കുന്നു, നമ്മളൊരു മെസ്സേജ് അയക്കാൻ, ഒരു മെസ്സേജ് എടുക്കാൻ, അല്ലെങ്കിൽ ഒരു മെയിൽ അയക്കാൻ, ഇത്രയൊക്കെയാണ് ഒരു മനുഷ്യന് അത്യാവശ്യം വേണ്ടത്. അപ്പം അതിനപ്പുറത്തേക്ക് വരുന്ന
പല ഓപ്ഷനുകളും നമ്മൾ ചിലപ്പോൾ നമ്മളൊരു കൗതുകത്തിൻ്റെ പേരിൽ നമുക്കൊന്ന് ഞെക്കി നോക്കാം, എവിടം വരെ പോകും, എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ നമ്മൾ ചെന്നുപെടുന്ന പല ചതിക്കുഴികളുണ്ട്. അത് ഇത്തരത്തിലുള്ള തട്ടിപ്പുകളാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി അപ്പുറത്ത് നിന്നുകൊണ്ട് നമ്മളെ അവരുടെ സൗഹൃദ വലയത്തിലാക്കിയതിന് ശേഷം അവർ പറയുന്നത് എന്തും കേൾക്കുന്ന രീതിയിലേക്ക് നമ്മുടെ മനോഗതികളെയും നമ്മുടെ ചിന്തകളെയും അവരിലേക്ക് ആകർഷിച്ചതിന് ശേഷം നമ്മൾ ഈ പറഞ്ഞ കണക്ക് അവരുടെ അടിമകളെപ്പോലെ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ വലിയ പ്രമാദമായൊരു കേസ് ഇപ്പം ഞാൻ അതിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷനിലാണ് ഞാനിപ്പം നിൽക്കുന്നത്. അതായത് കേസ് വേണമെങ്കിൽ എനിക്ക് പറയാം, പേര് പറയണ്ട, കേസ് പറയാം. അതായത് ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. തിരുവനന്തപുരം ജില്ലയിലാണ് നടന്നത്. പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. ആ കുട്ടിയുടെ അമ്മയുടെ കാമുകനും ഇവരുമാണ് ആ കുട്ടി ആത്മഹത്യ ചെയ്തതിൻ്റെ പിന്നിൽ. അതായത് ഈ പെൺകുട്ടി നോർമൽ സെക്സിനല്ല, അതായത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പം നോർമൽ സെക്സ് നടന്നിട്ടില്ല, എന്നാൽ ആ കുട്ടിയെ വൈകൃതമായ സെക്സിന് ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഈ അമ്മയുടെ ഒരു സുഹൃത്തായ പുരുഷൻ, ആ പുരുഷനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ആ പുരുഷൻ അത് സമ്മതിക്കുകയും ഈ അമ്മയുടെ സുഹൃത്താണ് ഇവർ. അപ്പം ഈ അമ്മയ്ക്ക് ഇതിൽ പങ്കുണ്ട് എന്ന് ഇയാൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ 90 ദിവസം റിമാൻഡ് ചെയ്യപ്പെട്ടൊരു കേസാണ്. അതിനുശേഷം ഇപ്പം ആ സ്ത്രീ കമ്മീഷനിൽ പരാതി തന്നിരിക്കുന്നത്, ഈ സ്ത്രീക്ക് എൻ്റെ മകളാണ് മരിച്ചത്, ഇയാൾ എൻ്റെ സുഹൃത്താണ്, ഒരിക്കൽ പോലും ഞാൻ എൻ്റെ മകളെ ഇയാൾക്ക് കാഴ്ചവെച്ചിട്ടില്ല, ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും കാഴ്ചവെച്ചിട്ടില്ല, പക്ഷേ എന്നെ എന്തിന് 90 ദിവസം റിമാൻഡ് ചെയ്തു? അവർ ചോദിക്കുന്ന ചോദ്യം 90 ദിവസം റിമാൻഡ് ചെയ്തു എന്നതല്ല. അന്ന് പത്രത്തിൽ വന്നതെന്ന് പറഞ്ഞാൽ അമ്മയും അമ്മയുടെ രണ്ടാം ഭർത്താവും കൂടി മകളെ കൊന്നു, മകളെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടാണ് വലിയ വാർത്ത, ഫോട്ടോ സഹിതം അതെല്ലാം അവർ കൊണ്ടുവന്നു എൻ്റെ അടുത്ത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ സർക്കിൾ ഇൻസ്പെക്ടറാണ്, മരിച്ചതുകൊണ്ട് മാത്രമല്ല പോക്സോ വരും, 18 പോക്സോ ഉള്ളതുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ വന്നു. ഞാൻ അവരെ എല്ലാം വിളിച്ചു വരുത്തി, അവരിൽ നിന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം. അപ്പോൾ ഈ സ്ത്രീ എന്നോട് പറഞ്ഞത്, എൻ്റെ മകൾ മരിച്ചു, ഞാൻ 90 ദിവസം റിമാൻഡിൽ കിടന്നു എന്നതിനേക്ക് അപ്പുറത്തേക്ക് സമൂഹത്തിൽ ഒരു സ്ത്രീ എന്ന നിലയിൽ, ഒരു അമ്മ എന്ന നിലയിൽ മകളെ കാഴ്ചവെച്ച ഒരു ഏറ്റവും മോശമായ ഒരു സ്ത്രീ എന്ന നിലയിലാണ് എന്നെ സമൂഹം ചിത്രീകരിക്കപ്പെടുന്നത്. ജയിലിൽ നിന്ന് തിരിച്ച് ഞാൻ എൻ്റെ വീട്ടിലല്ല പോയത്, ഞാൻ മറ്റൊരു സ്ഥലത്ത്, ഞാൻ വാടകയ്ക്കാണ് ഞാൻ താമസിക്കുന്നത്. എൻ്റെ മകളുടെ മരണത്തിന് ഞാൻ ഉത്തരവാദിയല്ല, എൻ്റെ നിരപരാധിത്വം ഞാൻ 90 ദിവസം അനുഭവിച്ചത് പോകട്ടെ, ഞാൻ ഇന്ന് വരെ എൻ്റെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഒക്കെ അനുഭവിച്ചു, ഞാനൊരു നിരപരാധിയാണെന്ന് എന്നെ സമൂഹത്തിലൊന്ന് ബോധ്യപ്പെടുത്തി തരാൻ വനിതാ കമ്മീഷൻ്റെ ഭാഗത്തു നിന്ന് എനിക്ക് ഇടപെടലുണ്ടാകണമെന്ന് പറഞ്ഞ് കരഞ്ഞ് നിലവിളിച്ചിട്ടാണ് ഈ സ്ത്രീ വരുന്നത്. അപ്പം അതിൻ്റെ അന്വേഷണഗതികളെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. അപ്പം ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള ചതിക്കുഴികൾ നമ്മുടെ സമൂഹത്തിൽ. അപ്പം ഈ പെൺകുട്ടിക്ക് മൊബൈൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപക്ഷെ ഈ അമ്മയുടെ മൊബൈൽ ഫോൺ, അപ്പം അമ്മയുടെ മൊബൈൽ ഫോൺ ഈ കുട്ടി ഉപയോഗിക്കുമായിരുന്നു. ഒരുപക്ഷെ ഈ അമ്മയുടെ മൊബൈൽ ഫോണിൽ നിന്ന് ഈ പറഞ്ഞ കക്ഷിയും ഈ കുട്ടിയുമായിട്ട് ചിലപ്പോൾ ആശയവിനിമയം നടത്തുന്നുണ്ടായിരിക്കും, അമ്മ അറിയണമെന്നില്ല. അപ്പം അത്തരത്തിൽ അറിയാതെയോ അറിഞ്ഞുകൊണ്ടോ ഒക്കെ നമ്മൾ പല ചതിക്കുഴികളിലും വീണു പോകുന്നു. വീണതിന് ശേഷം പിന്നെ നമ്മൾ കരഞ്ഞിട്ടോ നിലവിളിച്ചിട്ടോ കാര്യമില്ല. അപ്പം അത്തരത്തിലേക്ക് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ പെൺകുട്ടി മരിച്ചിട്ടും ഈ സ്ത്രീ അയാളെ തള്ളിപ്പറയാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്ന് വെച്ചാൽ അത്രമാത്രം വിശ്വാസമാണ് ഇവർ. ഈ ഇങ്ങനെ പരിചയപ്പെട്ടവരാണ്, മൊബൈലിലൂടെ അല്ലെങ്കിൽ ചാറ്റിങ്ങിലൂടെ പരിചയപ്പെട്ടവരാണ്. ഇപ്പോഴും അയാളെ അമിതമായി വിശ്വസിക്കുന്നു. അയാൾ ഇപ്പോഴും പറയുന്നത് എൻ്റെ മകളെ അയാൾ ഉപയോഗിച്ചിട്ടില്ല, മറ്റാരെങ്കിലും ആയിരിക്കാം ഉപയോഗിച്ചിട്ടുള്ളത്, സത്യം കണ്ടുപിടിക്കണം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അറിയാതെ ചെന്നുപെടുന്ന ചതിക്കുഴികളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഞാനൊരു കാര്യം ഞാൻ പറയാം, നമ്മൾ സ്ത്രീ ആയാലും പുരുഷനായാലും നമ്മുടെ കയ്യിലൊരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഇൻ്റർനെറ്റിലിരിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ എടുക്കുക, അനാവശ്യമായ ഒന്നിലേക്കും നമ്മൾ കൈവയ്ക്കാതിരിക്കുക. നമുക്ക് ആവശ്യമുള്ള, നമുക്ക് ക്രിയേറ്റീവായിട്ട് പ്രവർത്തിക്കാനുള്ള, അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ സാമൂഹ്യ ഇടപെടലുകൾ നടത്താം. നമ്മളൊക്കെ ഓരോ സാമൂഹ്യ ജീവികളാണ്, ഓരോ വ്യക്തികളും. ഈ പറഞ്ഞ അഴിമതിക്കെതിരെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ അസമത്വത്തിന്, അല്ലെങ്കിൽ ഇന്നും സ്ത്രീകൾ അനുഭവിക്കുന്ന പീഡനങ്ങൾക്കെതിരെ, ഈ പറഞ്ഞ മധുവിൻ്റെ മരണത്തിനെതിരെ, അതൊക്കെ നമുക്ക് മനസാക്ഷി ഉണർത്തുന്ന ഒരു സാമൂഹ്യ ഉത്തരവാദിത്വമുള്ള സാമൂഹ്യ ജീവി എന്ന നിലയിൽ നമുക്ക് ഇടപെടൽ നടത്താം. നമ്മൾ എന്തിനാണ് വേണ്ടാത്ത തലങ്ങളിലേക്ക് കടന്നു പോകുന്നത്? നമ്മൾ ഒരിക്കലും ഇതൊരു പരീക്ഷണ വസ്തു, നമ്മുടെ ഒന്നും ജീവിതം പരീക്ഷണത്തിനുള്ളതല്ല, നമ്മുടെ ജീവിതം നമുക്ക് ജീവിക്കാനുള്ളതാണ്. ഒരു കാര്യം ഞാൻ പറയാം, ഒരു സ്ത്രീ ആകട്ടെ പുരുഷനാകട്ടെ, പ്രത്യേകിച്ച് സ്ത്രീ എന്നെ സംരക്ഷിക്കാൻ ഇപ്പം 100-ലേറെ നിയമങ്ങൾ, നിങ്ങളൊക്കെ വക്കീലന്മാരാണ് അല്ലേ, നമ്മുടെ രാജ്യത്തുണ്ട് സ്ത്രീകളെ സംരക്ഷിക്കാൻ. പക്ഷേ ഏത് നിയമം ഉണ്ടെങ്കിലും എന്നെ സംരക്ഷിക്കാൻ ആദ്യം ബാധ്യതപ്പെട്ടത് ഞാൻ തന്നെയാണ്. എനിക്ക് എന്നെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ രാജ്യത്തെ ഒരു നിയമത്തിനും ഒരു സംവിധാനത്തിനും എന്നെ രക്ഷിക്കാൻ കഴിയില്ല. ഞാൻ നടന്നു പോകുമ്പോൾ
എന്നെ നോക്കി ഒരുത്തൻ അല്ലെങ്കിൽ എന്നെ കടന്നു പിടിക്കാൻ ഒരുത്തൻ വരുമ്പോൾ അരുതേ എന്ന് പറയാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ, എൻ്റെ ജീവിതാനുഭവം ഞാൻ പറയാം. ഞാൻ പല ക്ലാസ്സിലും ഞാൻ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ ഒരു പൊതുപ്രവർത്തകൻ 12 വയസ്സ് മുതൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ അല്ലെങ്കിൽ പൊതുരംഗത്തൂടെ കടന്നു വന്ന ഒരാളാണ്. ഞാൻ താമസിക്കുന്നത് കൊല്ലം ജില്ലയിലെ കരിക്കോട് എന്ന് പറയുന്ന പ്രദേശത്താണ്. അവിടെ കൊല്ലം കൊട്ടാരക്കര റോഡും അതിൻ്റെ തൊട്ട് അതിന് സമാന്തരമായിട്ട് തന്നെയാണ് ചെങ്കോട്ട കൊല്ലം റെയിൽവേ ലൈനും വരുന്നത്. ഞാൻ ഒരു ദിവസം ഒരു പരിപാടി കഴിഞ്ഞിട്ട് ഞാൻ മനോരമയിൽ അത് എഴുതുകയും ചെയ്തിരുന്നു. ഒരു 15 കൊല്ലം മുമ്പ് നടന്ന സംഭവമാണ്. അന്നൊന്നും നമ്മുടെ കയ്യിൽ അധികം മൊബൈൽ ഫോണില്ല, അധികം വാഹനങ്ങളില്ല, ഒന്നുമില്ല. ഞാനൊരു പരിപാടി കഴിഞ്ഞിട്ട് വന്ന് രാത്രി ഒരു KSRTC ബസ്സിൽ ഒരു സൂപ്പർ ഫാസ്റ്റിൽ വന്നു. അപ്പോൾ സൂപ്പർ ഫാസ്റ്റ് നിർത്തുന്ന സ്റ്റോപ്പല്ല. പക്ഷെ അന്നും എനിക്കറിയാം രാത്രിയിൽ സ്ത്രീകൾ ആവശ്യപ്പെട്ടാൽ നിർത്തണം എന്നുള്ള സാമാന്യ അറിവുള്ളത് കൊണ്ട് ഞാൻ അയാളോട് നേരത്തെ പറഞ്ഞു, എനിക്ക് ഇന്നടത്ത് ഇറങ്ങണം എന്ന് പറഞ്ഞു. രാത്രി ആയതുകൊണ്ട് എന്നെ അവിടെ ഇറക്കണമെന്ന് പറഞ്ഞു. എന്നെ അവിടെ ഇറക്കി. ഇതെൻ്റെ നാടാണ്, ഞാൻ ജീവിക്കുന്ന നാട്, എന്നെ അറിയുന്ന നാട്, ഞാൻ അറിയുന്ന നാടാണ്. ആ ഒരു ധൈര്യം, പിന്നെ ഞാനൊരു സാമൂഹ്യ പ്രവർത്തകയാണ്, എനിക്ക് എന്തൊക്കെ അറിയാം എന്നുള്ള എൻ്റെ ഒരു അമിത വിശ്വാസം, ആ വിശ്വാസത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഞാൻ ബസ് ഇറങ്ങിയിട്ട് എനിക്ക് ക്രോസ് ചെയ്താൽ മാത്രമേ അപ്പുറത്ത് പോകാൻ പറ്റൂ. ക്രോസ് ചെയ്തിട്ട് ഈ റെയിൽവേ ലൈൻ ക്രോസ് ചെയ്തിട്ട് അപ്പുറത്ത് പോകുന്നതാണ് എൻ്റെ വീട്. ഞാൻ ഈ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് ഇറങ്ങിയതും അവിടെ നിന്ന് കൊല്ലത്തു നിന്ന് പുനലൂർ റൂട്ടിലേക്ക് ഒരു ലോറി വരുന്നത്, തമിഴ്നാട് രജിസ്ട്രേഷനാണ് ലോറി. ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കി, കാരണം എനിക്ക് എന്ത് പേടിക്കാൻ. നടന്നു പോയത് എൻ്റെ മുന്നിൽ വന്ന് ഈ ലോറി ചവിട്ടി നിർത്തിയിട്ട് പിടിയടാ അവളെ എന്ന് പറഞ്ഞു. പറയുന്നതിനിടയ്ക്ക് ഒരുത്തൻ ചാടി ഇറങ്ങി. ഒരു പക്ഷേ പൊതുപ്രവർത്തനത്തിൽ നിന്ന് കിട്ടിയ അനുഭവ സമ്പത്തായിരിക്കാം. ആ ചാടി ഇറങ്ങി 1000-ലൊരു സെക്കൻഡ് കൊണ്ട് ഞാൻ കൈ ഇങ്ങനെ ഉയർത്തി പിടിച്ചുകൊണ്ട്, ഞാൻ അപ്പോൾ വിളിച്ച ചീത്ത എനിക്കിവിടെ പറയാൻ പറ്റില്ല, പൊതുസമൂഹത്തിൽ പറയാൻ പറ്റില്ല, പക്ഷേ പറഞ്ഞു. അത് എവിടുന്നോ ഒരു ഉൾവിളി പോലെ, ആ ഒരു ശബ്ദം ഒരുപക്ഷെ ഒരു മൈക്കിനും വേണ്ട, അത്രയും ഉച്ചത്തിൽ ഞാൻ കൈ ചൂണ്ടിക്കൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു. എൻ്റെ ആ ഒരു അലറക്കത്തിൽ ഒരു നിമിഷം അവനൊന്ന് പതറി. ആ ഒരു നിമിഷം മതിയായിരുന്നു എനിക്ക് ചാടി അപ്പുറത്ത് പോകാൻ. അപ്പോഴത്തേക്ക് ശബ്ദം കേട്ട ആൾക്കാരെല്ലാം ലൈറ്റ് ഇട്ടിരുന്നു. ഞാൻ പറയുന്നു, എൻ്റെ സ്ഥാനത്ത് ഇന്ന് മറ്റൊരു സ്ത്രീ ആയിരുന്നെങ്കിൽ ഇന്ന് ഉണ്ടാകുമായിരുന്നില്ല ഈ സമൂഹത്തിൽ. അപ്പം എന്നെ ആക്രമിക്കാൻ വരുന്നവൻ്റെ നേരെ അരുത്, നിൽക്കട അവിടെ എന്ന് പറയാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ എൻ്റെ ശരീരം സംരക്ഷിക്കാൻ, എന്നെ സംരക്ഷിക്കാൻ എനിക്ക് കഴിയില്ല. അത് ഓരോ സ്ത്രീയും അത് മനസ്സിലാക്കണം. അവനവൻ തന്നെയാണ് അവനവനെ ആദ്യം സംരക്ഷിക്കപ്പെടേണ്ടത്. എവിടെയായാലും പച്ചയായ ജീവിതത്തിലായാലും സൈബർ ലോകത്തായാലും എവിടെയായാലും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അതിർവരമ്പുകൾ. സൈബറിലേക്ക് പോകുമ്പോൾ നമ്മൾ തന്നെ അതിർവരമ്പുകൾ ഇടണം. സമൂഹം കൽപ്പിച്ചിരിക്കുന്ന അതിർവരമ്പുണ്ട്, അതുപോലെ തന്നെ നിയമത്തിന്റെ ഒരു അതിർവരമ്പും നമുക്ക് അനിവാര്യമാണ്. മാഡത്തിന്റെ ഈ പറഞ്ഞ പോലെയുള്ള സാമൂഹ്യ പ്രവർത്തക എന്നുള്ള രീതിയിൽ വന്നിട്ടുള്ള പ്രവർത്തന കാലയളവിൽ ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന മറ്റൊരു മേജർ ഇഷ്യൂ എന്ന് പറയുന്നത് പ്രൈവറ്റ് ഫോട്ടോസിന്റെ ലീക്കേജ് ആയിരിക്കും ഒരു പക്ഷേ കുറെ വന്നിട്ടുള്ള ഇഷ്യൂസ് എന്നുള്ളത്. ഇത്തരത്തിൽ വരുന്ന ഇഷ്യൂസിന്റെ എണ്ണം വലിയ തോതിൽ കൂടുന്നുണ്ട്. എന്നാൽ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടോ? അതിൻ്റെതായ കൃത്യമായ വേദികളിലേക്ക് എത്തിക്കാനുള്ള ഒരു ആർജവം, ഒരു ധൈര്യം വീടിനുള്ളിൽ തന്നെ നമ്മൾ ഒതുക്കി കൂട്ടിയിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മൾ കേസ് ഫയലിംഗ് റേറ്റ് നോക്കുകയാണെങ്കിൽ കൺസിഡറബിൾ ഇൻക്രീസ് ഉണ്ട് ഇൻ ദ നമ്പർ ഓഫ് മാറ്റേഴ്സ് ഫയൽഡ് അണ്ടർ ദീസ് ഏരിയാസ്. അങ്ങനെ നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഇഷ്യൂസ് പുറത്തേക്ക് തുറന്നു പറയാൻ തയ്യാറാകുന്നുണ്ടോ സ്ത്രീകൾ? ഇപ്പം കൂടുതൽ പേരും പുറത്തേക്ക് പറയാൻ തയ്യാറായി വരുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ തയ്യാറായി വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളൊരു തെറ്റ് ചെയ്തിട്ടില്ല, നമ്മളുടെ ഒരു നല്ലൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് അത് വേറെ ആരെങ്കിലും എടുത്ത് മോർഫ് ചെയ്തിട്ട് അതിനെ സഭ്യമല്ലാത്ത രീതിയിൽ പ്രചരിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അറിഞ്ഞു കഴിഞ്ഞാൽ അയ്യോ എനിക്കെന്തോ സംഭവിച്ചു, എനിക്കിനി നാണക്കേടാ, ഞാൻ എങ്ങനെ ജനങ്ങളുടെ മുമ്പിൽ നോക്കും, അങ്ങനെ നമ്മൾ ഒരിക്കലും വിചാരിക്കേണ്ട കാര്യമില്ല. നമ്മളൊന്നും ചെയ്തിട്ടില്ല. ചെയ്തത് ആരാണോ ആ ആളിനെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ആ മെസ്സേജ് തന്നെയാണ് പബ്ലിക്കിന് നമ്മൾ കൊടുക്കേണ്ടത്. അത് ഈ കുറച്ച് ദിവസം മുമ്പ് കണ്ടുണ്ടായിരുന്നു ഒരു കുട്ടി അതിൻ്റെ വേറെ ഒരു പയ്യൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ ഇട്ടിട്ട് അവർ രണ്ടുപേരും കൂടെ ചാടി പോകാൻ പോവുകയാണ്, നിങ്ങൾ ഇവരെ അറിയാമെങ്കിൽ വീട്ടുകാരെ അറിയിക്കണം എന്ന് പറഞ്ഞിട്ടൊരു ഇതിട്ടിരുന്നു. അത് കറങ്ങി അവളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞ് ഫിയാൻസിയുടെ അടുത്തെത്തി. അവൻ അത് കഴിഞ്ഞിട്ട് മാരേജ് എൻഗേജ്മെന്റ് ബ്രേക്ക് ചെയ്തു. അപ്പോൾ അവസാനം ആ കുട്ടി പോയത്, കല്യാണം മുടങ്ങി നല്ലത് തന്നെ എന്ന് ഞാൻ വിചാരിക്കത്തുള്ളൂ. ഇങ്ങനെ ഒരു ഇത് വെച്ച് കല്യാണം വേണ്ട എന്ന് തീരുമാനിച്ചതൊന്നും അത് വേണ്ട, അത് തന്നെയാണ് നല്ലത്. പക്ഷെ ആ കുട്ടി പിന്നെ അത് ആരാണ് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചതെന്ന് കണ്ടുപിടിക്കാൻ കേസ് കൊടുക്കുകയും സൈബർ ക്രൈമിൽ കൊണ്ടുപോയി കേസ് കൊടുക്കുകയും ആളിനെ പിടിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെ നോക്കുമ്പം തീർച്ചയായിട്ടും അത് തന്നെയാണ് വേണ്ടത്. അത് പറയുമ്പോഴാണേ നമ്മൾ നേരത്തെ ടീച്ചർ പോൺസ് വീഡിയോയിൽ അഭിനയിക്കുന്ന സ്ത്രീകൾക്ക് വലിയ സ്വീകാര്യതയാണ് അല്ലേ, വലിയ ആരാധകരാണ്. മറിച്ച് ഒരു പെൺകുട്ടി അവളുടെ ഒരു നഗ്ന ചിത്രം പുറത്തു വന്നാൽ
അവള് സമൂഹത്തിൽ ഒതുങ്ങണം എന്ന് പറയുന്ന ആ കാഴ്ചപ്പാടാണ് നമ്മൾ ആ, മാറേണ്ടത്. അതാണ് ചോദ്യം അപ്പൊ ചോദിക്കുന്നത്. ഞാൻ അറിയാതെ അല്ല, കൺസെൻഷ്വൽ പോണോഗ്രഫിയും അതാണ്. തമ്മിലുള്ള വലിയ അന്തരമാണ് ഞാൻ അറിയാതെ ഞാൻ കുളിക്കുന്നൊരു ചിത്രം, അല്ലെങ്കിൽ എൻ്റെ മുഖം മാറ്റിയിട്ട് ഒരു 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 മറ്റൊരു നഗ്ന ചിത്രം എൻ്റെ മുഖത്തോട് ചേർത്ത് വെച്ച് സമൂഹത്തിൽ വന്നാൽ ഞാൻ ഒതുങ്ങിക്കൊള്ളണം. ഞാൻ എന്തോ വലിയ കുറ്റം ചെയ്തതുപോലെ ഞാൻ വളരെ അപമാന ഭാരത്തോടു കൂടി ഞാൻ ഈ സമൂഹത്തിൽ ജീവിക്കണം. ഈ പറയുന്ന സിനിമയിൽ അഭിനയിച്ച് കോടികൾ വാങ്ങുന്നവർ വരുമ്പോൾ വലിയ ആരാധനയോട് സ്വീകരിക്കുന്ന ഒരു യുവത്വം, ഇന്ത്യൻ യുവത്വം, അപമാനകരമാണ് ഇതൊക്കെ. ആ ഇന്ത്യൻ യുവത്വത്തിന് എന്തുകൊണ്ട് ഈ പറയുന്ന സ്ത്രീയും അവളും അവളുടെ ശരീരവും മറ്റവരുടെ ശരീരവും എല്ലാം സ്ത്രീ ശരീരമാണ് എന്ന് കാണാൻ എന്തുകൊണ്ട് അവർ തയ്യാറാകുന്നില്ല, സാധിക്കുന്നില്ല? അവിടെയാണ് ഞാൻ പറഞ്ഞത്, മനോഭാവത്തിലാണ് മാറ്റം വരുത്തേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയ ഒരു ക്രിയേറ്റീവ് എലമെന്റ് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു തരത്തിൽ ചില ഭാഷാ പ്രയോഗങ്ങൾ വന്നിട്ടുണ്ട് സൈബർ ലോകത്ത്. സ്ത്രീകളെ അടിച്ചൊതുക്കാനും, അല്ലെങ്കിൽ അടിച്ചൊതുക്കാൻ എന്നുള്ളത് ഭയങ്കര ക്ലീശയായിട്ട് കാലങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ടെർമിനോളജി, എന്നാൽ പോലും സ്ത്രീകളെ ഡാമേജ് ചെയ്യുന്ന തക്ക രീതിയിലുള്ള ഈ പറഞ്ഞ പോലെ ഫെമിനിറ്റി, തേപ്പുകാരി, ഇത്തരത്തിൽ വരുന്ന പ്രയോഗങ്ങൾ എപ്പോഴും എന്തുകൊണ്ടാണ് സ്ത്രീകളിലേക്ക് പോയിന്റഡ് ആവുന്നതെന്ന് തോന്നിയിട്ടുണ്ടോ? അതായത് ഫിയർ ജനറേറ്റ് ചെയ്യുക എന്നുള്ള ഒരു സംഭവം. അതിപ്പം റേപ്പ് എന്നുള്ള സംഭവം തന്നെ ഒരു ഫിയർ ജനറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഉപാധിയും കൂടിയാണ്. ഫിയർ ജനറേറ്റ് ചെയ്ത് അങ്ങനെ നിർത്തുക. അപ്പോൾ അതാത് ഇടങ്ങളിൽ ഒതുങ്ങുക. ഞങ്ങൾ എപ്പം നിങ്ങളോട് പുറത്തേക്ക് വരണം, എങ്ങനെ ഇടപെടണം എന്ന് ഞങ്ങൾ പറയുമ്പോൾ ഇടപെട്ടാൽ മതി എന്നുള്ള തരത്തിലുള്ള ഒരു പാരനോയ, ആ പാരനോയയ്ക്ക് ഉതകുന്ന വാക്കുകളും ആ പാരനോയയ്ക്ക് ഉതകുന്ന ടെക്നീക്സുമാണ് പലപ്പോഴും നമ്മൾ കാണുന്നത്. പക്ഷേ ഇതവിടെ നിൽക്കെ തന്നെ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കേണ്ടതാണ്. ഇപ്പം നമ്മൾ ഒരു പടം ഇടുന്നു, ഇൻഫോംഡ് ആയിട്ട് വേണം നമ്മൾ നമ്മുടെ കുട്ടികളെ വളർത്താനായിട്ട്. ഇപ്പോൾ ഒരു പടം ഇടുന്നു, ഇത് നമ്മൾ ഒരിക്കലും കാണാത്ത ഒരു സൈറ്റിലായിരിക്കും ചെന്ന് സ്റ്റോർ ചെയ്യുന്നത്. ഇത് ഏത് സൈറ്റിൽ സ്റ്റോർ ആകുന്നു, ആ സൈറ്റിൽ നിന്ന് മൾട്ടിപ്പിൾ സൈറ്റ്സിലേക്ക് എപ്പോൾ ലീക്ക് ആവുന്നു എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ മൾട്ടിപ്പിൾ സ്റ്റോറേജസും മൾട്ടിപ്പിൾ ലീക്കേജസും ഇത്തരം പ്രശ്നങ്ങൾ ഒരു ഇന്റർനെറ്റ് ഒരു ടെക്നോളജിക്കോ പ്ലാറ്റ്ഫോമിനോ ഉണ്ട് എന്നുള്ളത് പറഞ്ഞു കൊടുക്കാൻ ഓരോ അധ്യാപികയും അല്ലെങ്കിൽ അധ്യാപകനും ഓരോ പേരന്റും ബാധ്യസ്ഥരാണ്. അതായത് സൈബർ സെക്യൂരിറ്റി എന്നൊന്നില്ല, എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു ഫോട്ടോഗ്രാഫ്സ് ആൻഡ് പേഴ്സണൽ വീഡിയോസ്. കുട്ടികൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒരു ഇന്യൂമറബിൾ സ്റ്റോറേജസ്, ഇന്യൂമറബിൾ ലീക്കേജസ്. നമ്മളൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നത് വഴി തന്നെ നമ്മളുടെ ഫോണിൽ വരുന്ന ഓരോ ഫോട്ടോസും ഓരോ വീഡിയോസും നമ്മളറിയാത്ത അസംഖ്യം സൈറ്റുകളിലേക്കും മറ്റ് മേഖലകളിലേക്കും. ഇത് ടെക്നോളജിയുടെ ഒരു പ്രശ്നമാണെങ്കിൽ, മറുവശത്ത് ഇപ്പൊ സ്ലട്ട് ഷേമിങ്, എന്തെങ്കിലും ഒരു പോസ്റ്റ് ഇട്ടാൽ കോട്ട് ആൻഡ് കോട്ട് സ്ലട്ട് ഷേമിങ് എന്ന് പറയുന്ന ഒരു ടെക്നിക്ക്, അതിന്റെ താഴെ വന്ന് ചീത്തവിളിയുടെ പൊങ്കാല, പലതരത്തിലുള്ള അസഭ്യവാക്കുകൾ, ഇതിനെ എങ്ങനെ നേരിടാൻ നമുക്ക് പറ്റും എന്നൊരു പക്ഷേ നമ്മുടെ നിയമം അതിന്റെ വിക്ടിം ആവാത്ത സ്ത്രീകളുടെ എണ്ണം വളരെ കുറവാണ്. അല്ല, അവിടെയാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ സ്ത്രീകളായ എഴുത്തുകാർ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ താഴെ വരുന്ന ഇത്തരം കമന്റുകളെ ഒരിക്കലും ഡിലീറ്റ് ചെയ്യുന്ന അഭിപ്രായക്കാരിയാണ് ഞാൻ. കാരണം ഈ എഴുതുന്നവന്റെ മാനസികാവസ്ഥ, എഴുതുന്നവന്റെ വൈകൃത മനസ്സ് സമൂഹം കാണണം. നമ്മളത് മായ്ക്കരുത്, നമ്മൾ ഡിലീറ്റ് ചെയ്യരുതെന്നുള്ള അഭിപ്രായക്കാരി ഞാൻ. എൻ്റെ പോസ്റ്റിന്റെ താഴെ ഒരുപാട് മോശം കമന്റ്സ് ഇടാറുണ്ട്, ഞാൻ ഒന്നും ചെയ്യാറില്ല, അത് അവിടെ തന്നെ ഇട്ടേക്കും. കാരണം ഇത് എഴുതുന്നവനാണ് മാറേണ്ടത്, അല്ലാതെ നമ്മളല്ല മാറേണ്ടത്. അവിടെയാണ് ഞാൻ പറയുന്നത്, പീഡിപ്പിക്കപ്പെടുന്ന ഒരു സ്ത്രീ അല്ല സമൂഹത്തിൽ തലകുനിക്കേണ്ടത്, ആരാണോ പീഡിപ്പിക്കപ്പെടുന്നവൻ അവനാണ് തലകുനിക്കേണ്ടത്. ആ ഒരു ചിന്ത നമ്മൾ സ്ത്രീകളിൽ വളർത്തിയെടുക്കേണ്ടത് ആവശ്യമാണ്. ഒരു പക്ഷേ ഒരു ചെറിയ ലൈം ലൈറ്റ് ആഗ്രഹിക്കുന്ന വികലമായ സൈക്കോളജി ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ ആ ഒരു വോള് എന്ന് പറയുന്നത് വളരെ സന്തോഷം നൽകുന്ന ഒന്നായിരിക്കില്ല ആ പോസ്റ്റ് ഡിലീറ്റഡ് ആവാതിരിക്കുന്നത്. പല ഘട്ടങ്ങളിലും ഞാൻ ഫേസ്ബുക്ക് ആക്റ്റീവായിട്ട് ഉപയോഗിച്ചിരുന്ന ഘട്ടങ്ങളിൽ എൻ്റെ മനസ്സിൽ നിന്നുണ്ടായിരുന്നു നാളെ അറിയണം ഇങ്ങനെ ഒരാളുണ്ടെന്നുള്ളത്. പിന്നെ എനിക്ക് ചില സമയത്ത് തോന്നാറുണ്ട്, ഇസ് ഹി ആക്ച്വലി എൻജോയിങ് ദിസ് ലൈം ലൈറ്റ് എന്നുള്ളത്. ഇന്ന് താഴെ നമ്മൾ കുറെ കമന്റ് വരുന്നത്, ഇപ്പൊ മാഡത്തിന്റെ പേജ് കുറെ ആൾക്കാർ കാണുന്നുള്ളപ്പോൾ ഈ പറയുന്ന XYZ എന്ന് പറയുന്ന വ്യക്തി നമ്മൾ ആ പിന്നെയും 10 പേര് അല്ലെങ്കിൽ 20 പേര് അല്ലെങ്കിൽ 100 പേര് ആയിരക്കണക്കിന് ആൾക്കാർ കാണുകയല്ലേ. അല്ല, അത് കാണാം, ഒരു പ്രൊമോഷൻ അല്ല, അല്ല അത് പ്രൊമോഷൻ എനി പബ്ലിസിറ്റി ഈസ് ഗുഡ് പബ്ലിസിറ്റി എന്ന് ചിന്തിക്കുന്ന ഒരു സൈക്കോളജി അല്ലാതൊരു പബ്ലിസിറ്റി കിട്ടില്ല. അപ്പൊ അതിനൊക്കെ അതിനകത്ത് ഞാൻ ഇങ്ങനെ നോക്കും, നല്ല കമന്റുകളാണെങ്കിൽ ഞാൻ ലൈക്ക് ചെയ്യാറുണ്ട്, ഇത് ഞാൻ മൈൻഡ് ചെയ്യാറേ ഇല്ല, അത് നെവർ മൈൻഡായിട്ട് വിടും. പക്ഷെ അത് 10 പ്രാവശ്യം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്ത 11ാമത്തെ പോസ്റ്റിൽ അവന്റെ കമന്റ് കാണാറില്ല. ആദ്യമൊക്കെ ഇതുപോലെ ഇടുമ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്യുമായിരുന്നു, പിറ്റേന്ന് അടുത്ത എന്റെ പോസ്റ്റിന്റെ പുറത്ത് അവൻ 2 വരിയും കൂടെ അധികം എഴുതുമായിരുന്നു. അപ്പൊ ഞാൻ പിന്നെ വിചാരിച്ചു അവൻ എഴുതിക്കോട്ടെ, അവന്റെ എഴുത്ത് ആഗ്രഹം തീരുന്നവർ എഴുതിക്കോട്ടെ എന്ന് വിചാരിക്കും, എഴുതി തൊലയട്ടെ, അങ്ങനെയെങ്കിലും കൈയക്ഷരം ഒന്ന് നന്നാവട്ടെ, അങ്ങനെയെങ്കിലും ഒന്ന് ചിന്തിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ച് എഴുതിക്കോട്ടെ എന്ന് വിചാരിക്കും. തിരിച്ച് ഇതിന്റെ ലീഗൽ വശങ്ങളിലേക്ക് നമ്മൾ എത്തിപ്പെടുമ്പോൾ, ഫ്രം എ ലീഗൽ പെർസ്പെക്റ്റീവ് കുട്ടികളും സ്ത്രീകളും ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരു അല്ലെങ്കിൽ അവർ മനസ്സിൽ വെക്കേണ്ടതായിട്ടുള്ള ഒരു മാനുവൽ എന്താണ് സൈബർ വേൾഡിലേക്ക് കടക്കുമ്പോൾ?
ഒരു നമ്മള് SOP എന്നൊക്കെ പറയുമല്ലോ, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രോസസ് എന്നൊക്കെ പറയുന്ന പോലെ എന്തായിരിക്കണം അത്? കൃത്യമായിട്ടൊന്നും ഇത് ചെയ്യൂ ഇത് ചെയ്യരുത് എന്നൊന്നും കൃത്യമായി എനിക്ക് പറയാനാവില്ല. കാരണം എൻ്റെ ശരികളെല്ലാം ഇപ്പുറത്തിരിക്കുന്നവരുടെ ഒന്നും ശരികളാവണമെന്നില്ല. പക്ഷേ ഇത് സ്കൂളിൽ തന്നെ പറഞ്ഞു കൊടുക്കണം. എൻ്റെ മോൻ പഠിക്കുന്ന സ്കൂളിൽ ഒരിക്കൽ എൻ്റെ മകൻ LKG പഠിക്കുമ്പോൾ ഒരു ഗേൾ കുട്ടിയെ കെട്ടിപ്പിടിച്ചു. ഇവനും അവൾക്ക് ആ കൊച്ചിന് എല്ലാ ബോയ്സിനെ കെട്ടിപ്പിടിച്ച കൂട്ടത്തിൽ അവളെയും കെട്ടിപ്പിടിച്ചു. അവൾ ദേഷ്യപ്പെട്ട് എനിക്ക് ഇഷ്ടമില്ലടാ എന്ന് പറഞ്ഞു എന്ന് അവൻ എന്നോട് വന്ന് പറഞ്ഞു. അപ്പോൾ അത് നമ്മൾ ആദ്യമേ പറഞ്ഞു കൊടുക്കണം. ഇത് ഇഷ്ടമില്ല, ഇത് ഇഷ്ടമാണ്, ഇങ്ങനെ പെരുമാറണം. ഞാനൊരു സദസ്സിൽ പോയാൽ എനിക്ക് ഇങ്ങനെ പെരുമാറണം. നമ്മൾ കുട്ടികളെ ട്രെയിൻ ചെയ്തെടുക്കത്തില്ലേ വിത്തൗട്ട് ഫിയർ? ആ, നമുക്ക് ചോയ്സ് പലപ്പോഴും ഫിയർ ഇൻകൾക്കേറ്റ് ചെയ്യുന്നത് ട്രെയിനിങ് എന്നുള്ള വ്യാജേനയാണ്. പേടിപ്പെടുത്തണമെന്നല്ല. നമുക്ക് കുട്ടികളെല്ലാം അറിയും. ഇപ്പം എല്ലാവരുടെ കയ്യിലും സ്മാർട്ട് ഫോണും എല്ലാം ഉണ്ട്. നെറ്റിലൊക്കെ അടിച്ചു നോക്കാൻ പിള്ളേർക്ക് എല്ലാവർക്കും അറിയാം. പിള്ളേരെല്ലാം കാണുകയൊക്കെ ചെയ്യും. പക്ഷേ അത് ഇന്ന പ്രായത്തിലാണ് കുഞ്ഞെ നമുക്കതൊക്കെ ആവശ്യം. നേരത്തെ അതിൻ്റെ ആവശ്യമുണ്ടോ? നമ്മുടെ ഒരു ഇന്ത്യൻ കൾച്ചർ അനുസരിച്ച് ഇപ്പം യോജിപ്പ് കാണുമായിരിക്കും. ബ്രഹ്മചര്യം അനുഷ്ഠിക്കേണ്ട സമയത്ത് ആ പഠനകാലം ബ്രഹ്മചര്യത്തിൽ തന്നെ ഇരിക്കട്ടെ. അതിനുശേഷം ഗൃഹസ്ഥാശ്രമിയാവൂ. അതിനു മുമ്പേ ചാടിക്കയറി ഗൃഹസ്ഥാശ്രമിയാവുന്ന എന്തിന്? പക്ഷെ നമുക്ക് അങ്ങനെ ഒരു വര വരയ്ക്കാൻ സാധ്യമാണ്? സാധ്യമല്ല. കുട്ടികളുടെ മനസ്സ് അതുപോലെ വിശാലമായ ലോകത്തേക്ക് പോകും. ഇന്ത്യൻ പീനൽ കോഡിൽ തന്നെ ഔട്ട്റേജിങ് ദ മോഡസ്റ്റി ഓഫ് വിമൻ 354 ഉണ്ട്, 509 ഉണ്ട്, അപ്പോൾ ഇതെല്ലാം 500 ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഇതിനകത്തുണ്ട്. പക്ഷെ അതിനൊന്നും വലിയ പണിഷ്മെൻ്റ് ഇല്ല. ഈ ആക്ട് ഒരു നിരങ്ങി നീങ്ങുന്ന അവസ്ഥയിലായുള്ളൂ. അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അല്ല, ഒരു കാര്യം കൂടെ, ഇപ്പൊ നമ്മൾ വളരെ റിപ്രസീവ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ്. ഇത്തരം ഒരു റിപ്രസീവ് സൊസൈറ്റിയിൽ ഇങ്ങനെ ഒരു ഫോൺ ഒരു കുട്ടിയുടെ കയ്യിൽ കൊടുക്കുമ്പോൾ അവനെ അല്ലെങ്കിൽ അവളെ അല്പം എഡ്യൂക്കേറ്റ് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇതിൽ നിന്നുള്ള ആക്സസ് എന്ത് ഇൻഫിനിറ്റ് ആക്സസ് ആണ്, എന്തിലേക്കും പോകാം. അപ്പം അതെങ്ങനെയാണ് അത് ഇൻഫോം ചോയ്സസ് നമ്മൾ കൊടുത്തിരിക്കണം. ആ ചോയ്സസ് നമ്മൾ ഒന്ന് പറഞ്ഞു കൊടുത്തിട്ട് ആ കുട്ടിക്ക് ആ ചോയ്സിലേക്ക് പോകാം. പക്ഷെ ആ ഇൻഫോംഡ് ആയിട്ടുള്ള ചോയ്സസിലേക്കാണ് നമ്മൾ നമ്മുടെ അടുത്ത തലമുറയെ നയിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. സൈബർ ബുള്ളിങ് ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ആ കുട്ടിയുടെ അല്ലെങ്കിൽ ആ സ്ത്രീയുടെയോ ഐഡന്റിറ്റിയെ, അവരുടെ സെൽഫ് കോൺഫിഡൻസിനെ അഫക്റ്റ് ചെയ്യുന്ന ഒന്നായിട്ടാണ് നമ്മൾ പറയുന്നത്. ഈ ഒരു ഹഡിലിനെ എങ്ങനെ സ്ത്രീക്ക് ഓവർകം ചെയ്യാൻ പറ്റും? നമ്മൾ കാലാകാലങ്ങളെ പറയുന്നതാണ് നമ്മൾ പടവെട്ടി പടപുരുതി ഹഡിൽസ് ഓവർകം ചെയ്തു വന്ന സ്ത്രീകൾ. ഇന്നത്തെ പുതിയ കാലത്ത് ഏറ്റവും വലിയ ഹഡിൽസ് ഒന്നാണ് സൈബർ ബുള്ളിങ് എന്നുള്ളത്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും റീച്ച് ഉണ്ട്. ദ വേ ഇറ്റ് സ്പ്രെഡ്സ്, ഇറ്റ്സ് ലൈക്ക് സ്പോണ്ടേനിയസ് ആയിട്ടുള്ള സ്പ്രെഡിങ് ആണ് സംഭവിക്കുന്നത്. ഇതെങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും ആസ് എ ടീച്ചർ? എങ്ങനെ കുട്ടികളെ അല്ലെങ്കിൽ സ്ത്രീകളെ സെൻസിറ്റൈസ് ചെയ്യാൻ പറ്റും എന്നാണ് തോന്നുന്നത്? നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ഏജ് ഗ്രൂപ്പിന്റെ ഒരു അതിനകത്ത് വരുന്നുണ്ട്. കുട്ടികൾ, യുവാക്കൾ, മുതിർന്നവർ, ആ രീതിയിൽ. എനിക്ക് തോന്നുന്നു ഓരോ ഘട്ടത്തിലും തിരഞ്ഞെടുക്കാനുള്ള ഒരു പരിശീലനം ഉണ്ടാവണം. തിരഞ്ഞെടുപ്പ് വളരെ പ്രധാനമാണല്ലോ. അതിനെ തിരഞ്ഞെടുക്കാനുള്ള ധൈര്യം തരുന്നതിനെ ഭയമില്ലാതാക്കലാണ്. ഇതിന് രണ്ടിനുള്ള പരിശീലനം അടിസ്ഥാനപരമായി കുടുംബത്തിലും വിദ്യാഭ്യാസത്തിലും തന്നെയാണ്. എന്തുകൊണ്ടാണ് ചില ആക്രമണങ്ങൾക്ക് നേരെ നമുക്ക് വളരെ ക്രിയാത്മകമായി പ്രതികരിക്കാൻ പറ്റാത്തത്? ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പല വാക്കുകളും, തെറി എന്ന് പറഞ്ഞ പല വാക്കുകളും ഇപ്പോൾ സൈബർ ലോകത്ത് അതൊരു പുതുമയല്ല. ആളുകൾ അത് ഉപയോഗിക്കുന്നുണ്ട്. അതിനൊക്കെ യഥാർത്ഥത്തിൽ വളരെ മനോഹരമായ അർത്ഥങ്ങളുണ്ട്. ഇടയ്ക്ക് ലീനാമണി മേഖലയായിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ അവരെന്നോട് പറഞ്ഞത് തൂമതി എന്ന് പറഞ്ഞാൽ തമിഴിൽ ഈ അർത്ഥവുമായി ബന്ധപ്പെടുന്ന ഒരു വാക്കാണ്. പക്ഷേ അതിപ്പോൾ തമിഴ്നാട്ടിൽ പറയുകയാണെങ്കിൽ ഏറ്റവും വലിയ തെറ്റാണ്, തെറിയാണ്, അത് പറയാൻ പറ്റില്ല. പക്ഷേ അവരുടെ സാഹിത്യത്തിൽ പോലും മനോഹരമായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന അങ്ങനെ അർത്ഥഭേദം സംഭവിച്ച വാക്കുകളുണ്ട്. അതിനെ നമ്മൾ തിരിച്ചറിയുന്നു. അപ്പോൾ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. അത് ഉപയോഗിക്കുന്നതുകൊണ്ട് തെറ്റല്ല. അപ്പോൾ ആ രീതിയിൽ സാധാരണവൽക്കരിക്കാതെ ഉള്ള വാക്കുകൾ, അങ്ങനെ അല്ലാത്ത വാക്കുകളുടെ പോലും ഒരു വലിയ നിര സൈബർ ലോകത്തേക്ക് വരുന്നുണ്ട്. അതിനെ പ്രതിരോധിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ തന്നെ ചില കാപട്യങ്ങൾക്ക് വിധേയമാക്കലാണ്. എനിക്കും അതിനോട് ചേർന്ന് നിൽക്കാവുന്നതേ ഉള്ളൂ. തിരഞ്ഞെടുക്കാനുള്ള ഒരു ഇച്ഛാശക്തി,